ഗൈസ് ഡബിൾ ലാർജ് ഓടക്കുഴലൊന്നുമല്ല, തേനീച്ചക്കൂടാണ്. അങ്ങനെ തേനെടുത്തോണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത് തേനീച്ചക്കൂട്ടിലെ തേനീച്ചക്കുട്ടന്മാരെല്ലാം ഒടുക്കത്തെ അഗ്രസീവ് ആയിരുന്നു. അതുകൊണ്ട് വേണ്ട രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ വേറൊരു കൂടും കൂടിയുണ്ട്. ഇതൊക്കെ ചേട്ടച്ചാറ പെറ്റാട്ടോ. ഇതിൽ ഞാൻ വെറും കാഴ്ചക്കാരൻ മാത്രം. തേനീച്ചകൾക്ക് എന്തോ എന്നെ ഭയങ്കര ഇഷ്ടമായി. മൂക്കിലും നെറ്റിലും കണ്ണിലൊക്കെ വന്നിരുന്ന് കടിച്ചിട്ട് പോകണ്ടായിരുന്നു. അങ്ങനെ കൂട്ടിലെ തേനീച്ചകളെല്ലാം കുട്ടൂസൻ മായാവിനെ കുപ്പിയിലാക്കുന്ന പോലെ ചേട്ടച്ചാറ് കുപ്പിയിലാക്കി. എല്ലാത്തിനെയല്ല, കൂട്ടിലെ കുറച്ചെണ്ണത്തിനെ. അങ്ങനെ കൂട് തുറന്ന് തേനിരിക്കുന്ന ഭാഗം നമ്മൾ പയ്യെ കത്തി കൊണ്ട് ചെത്തിയെടുത്തു. തേനുള്ള ഭാഗം എടുത്തതിന് ശേഷം കൂടെ അതുപോലെ തന്നെ നമ്മൾ അടച്ച് കെട്ടി ഭദ്രമായിട്ട് വെച്ചു കേട്ടോ. അങ്ങനെ തേനീച്ചനെയും തുറന്നു കിട്ടു. നമ്മൾ തേനൊക്കെ ഏകദേശം എടുത്ത് ഞാൻ ചെവിയിൽ പഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇത് കഴിച്ചു കളയാം. ഇത്രയും തേൻ നമുക്ക് കിട്ടിട്ടോ. തേനീച്ചന്റെ കുത്തുകുറെ കൊണ്ടല്ലേ നമുക്കിനി കുറച്ച് മധുരാവാം. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ആ പൂമ്പൊടിയുള്ളൊരു ഭാഗമായിരുന്നു കഴിച്ചേ. അതാണേ